നമസ്കാരം. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 അവകാശപ്പെടുന്ന കേരളത്തിന്റെ വാദങ്ങളുടെ മാറ്റു കുറയ്ക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്ത്. കേരളത്തിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കണക്കുകൾ പ്രകാരം മാസം തികയാതെയുള്ള പ്രസവങ്ങൾ 7 വർഷത്തിനിടെ 289% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2017-18 മാസം തികയാതെ ജനിച്ച നവജാത ശിശുക്കൾ 6916 ആയിരുന്നെങ്കിൽ 2023-24 ഇത് 26968 ഉയർന്നു. ജനനിരക്ക് കുറഞ്ഞപ്പോഴും ഈ കണക്ക് മുകളിലേക്ക് തന്നെ. 2017-18 4.93 ലക്ഷം ഉണ്ടായിരുന്ന ജനനിരക്ക് നിന്ന് 2023-24 3.74 ലക്ഷമായി കുറഞ്ഞു. എങ്കിലും മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 2018-19 ഈ കണക്ക് ഉയർന്നു തന്നെ. ആ വർഷം ഇത് 13,077 ആയിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ 89% വർധനവ്. അതിനുശേഷം ഈ വർധനവ് തുടരുകയാണ്. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ആശങ്കാജനകമായ വർധനവിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇത്തരം മാറ്റങ്ങൾ സ്ത്രീകളിൽ രക്തസമ്മർദ്ദം, പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമായി. ഇതെല്ലാം തന്നെ ഈ വർധനവിന് കാരണമായി എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നവജാത ശിശു പരിചരണ സാങ്കേതിക വിദ്യയിലെ പുരോഗതി മാസം തികയാതെയുള്ള ജനങ്ങളെ ഡോക്ടർമാർക്കും രോഗികൾക്കും കൂടുതൽ സ്വീകാര്യമാക്കിയിട്ടുണ്ട്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നവജാത ശിശുക്കൾക്ക് ചികിത്സ നൽകുന്ന സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ ഉണ്ടായ പുരോഗതി ഇത്തരം മാസം തികയാതെയുള്ള പ്രസവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാരെയും അതുപോലെ തന്നെ രോഗികൾക്കും കൂടുതൽ സ്വീകാര്യതയുള്ളതാക്കിയതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഇതിലെ അപകട സാധ്യതയെക്കുറിച്ചും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഗർഭിണികളായ സ്ത്രീകളെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് ഗർഭകാലത്ത് സങ്കീർണതകൾക്ക് കാരണമാകുന്നതും ആശങ്കാജനകമായ പ്രവണതയാണെന്നും ആലപ്പുഴയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് മുൻ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ലളിതാംബിക പറയുന്നു. 30-40 ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ കരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ കാരണം ഗർഭധാരണം വൈകിപ്പിക്കുന്നത് മാസം തികയാതെയുള്ള പ്രസവം വർദ്ധിക്കുന്നതിന് കാരണമാണെന്നും അവർ പറഞ്ഞു. ഈ പ്രായത്തിനുള്ളിലെ സ്ത്രീകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം, ഗർഭകാല പ്രമേഹവും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച കുറയാനും സാധ്യത കൂടുതലാണ്. ഇത് കാരണം നേരത്തെയുള്ള പ്രസവം ആവശ്യമായി വന്നേക്കാം എന്നവർ പറഞ്ഞു. 22 ആഴ്ചയ്ക്കുള്ളിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് പല സ്വകാര്യ ആശുപത്രികളും അവകാശപ്പെടുന്നു. നവജാത ശിശുക്കളുടെ അതിജീവനം സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ദീർഘകാല അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നില്ല. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാഡീവ്യവസ്ഥയിലെ തകരാറുകൾ, ഉടനടി ഉള്ളതും ദീർഘകാലവുമായ പ്രശ്നങ്ങൾ, ദഹനനാളത്തിലെ സങ്കീർണതകൾ, കാഴ്ച കേൾവി വൈകല്യങ്ങൾ, പഠന അക്കാഡമിക് കാര്യക്ഷമത ഇല്ലായ്മ എന്നിവയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് അവർ കൂട്ടിച്ചേർത്തു.